വീണ്ടും കേരളത്തിലേക്ക് പ്രധാന സേവകൻ എത്തുകയാണ്. ഒരുപാട് പറഞ്ഞതുപോലെ തന്നെ അല്ലേ? അതെ, തീർച്ചയായും. വളരെ എനിക്ക് തോന്നുന്നു ഈ ദിവസത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞാൽ ഇതിനെ വിശേഷിപ്പിക്കാം. വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുകയാണ്. അല്ല, പ്രധാന സേവൻ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് എത്തുമ്പോൾ അതിലപ്പുറം എന്റെ വാർത്തയാണല്ലേ? അതെ, മലയാളികളൊക്കെയും കേരളക്കാരെ ഒന്നാകെ കാത്തിരിക്കുകയാണ്. മാർച്ച് 5, 6 തീയതികളിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊച്ചിയിലെത്തുക. സാമുദായിക നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി വികസന രേഖയുടെ പ്രകാശനവും നിർവഹിക്കും. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ജിജീഷ്, വെരി ഗുഡ് ഈവനിങ്. എന്തായാലും ഏറെ ആവേശകരമായ ഒരു വാർത്തയാണല്ലോ ഇപ്പോൾ പുറത്തു വരുന്നത്. പ്രധാനമന്ത്രി പ്രധാന സേവകൻ വീണ്ടും കേരളത്തിലെത്തുന്നു. തലസ്ഥാനം പിടിച്ചു. കേരളം മുഴുവൻ പിടിക്കാൻ തന്നെയാണോ BJPയുടെ നീക്കം? ഗുഡ് ഈവനിങ് KP. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ എല്ലാ തവണത്തേലും പോലെ ഇത്തവണയും ആവേശക്കടലായി തന്നെ കേരളം മാറും. ഓരോ തവണ പ്രധാനമന്ത്രി കേരളത്തിൽ എത്തുമ്പോഴും അത് എത്രമാത്രം പ്രവർത്തകരെ ആവേശഭരിതരാക്കാറുണ്ട്, എത്രമാത്രം നേതാക്കളെ ആവേശഭരിതരാക്കാറുണ്ട്, മുഴുവൻ ജനങ്ങളെയും എത്രമാത്രം ആവേശത്തിൽ എത്തിക്കാറുണ്ട് എന്ന് നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ആയിരിക്കും ഈ 5 മധ്യ കേരളത്തിലെ വിവിധ പരിപാടികളിലായിരിക്കും പ്രധാനമന്ത്രി പങ്കെടുക്കുക. അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് സാമുദായിക നേതാക്കളുമായി, വിവിധ മത സമുദായ നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ചകൾ നടത്തുന്നുണ്ട്. വിവിധ മതസമുദായങ്ങൾ ഇടതു വലതു മുന്നണികളുടെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞ് അവർ BJPക്കൊപ്പം നീങ്ങാൻ തയ്യാറാകുന്ന ഘട്ടത്തിൽ ആണ് ഈ ഒരു കൂടിക്കാഴ്ച എന്നത് ഏറ്റവും പ്രസക്തമാണ്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രിമാർ പലരുമായും സഭ ആസ്ഥാനത്ത് വലിയ കൂടിക്കാഴ്ചകൾ നടന്നിരുന്നു. അവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ അവർ പ്രധാനമായും ഉന്നയിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ മുന്നണി എന്ന നിലയിൽ കാണുന്നത് ദേശീയ ജനാധിപത്യ സഖ്യത്തെയാണ്, NDA ആണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ മാറ്റങ്ങൾ, അനിവാര്യമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് പ്രധാനമന്ത്രി മതസമുദായ നേതാക്കളെ ശ്രമിച്ചുകൊണ്ട് അത്തരം ഒരു അദ്ദേഹം എത്തുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെയാണ് മറ്റു ചില സന്ദർശനങ്ങൾ ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുക കൂടിയാണ് പ്രധാനമന്ത്രിയുടെ യാത്രയുടെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചാരണ പ്രവർത്തനങ്ങളുടെ തുടക്കം കൂടിയായിരിക്കും പ്രധാനമന്ത്രി ഇവിടെ നടത്തുക. പ്രത്യേകിച്ച് ഓരോ ഭാഗത്തും, ഓരോ ജില്ലാ തലത്തിലും മണ്ഡലം തലത്തിലും എല്ലാം തന്നെ പ്രത്യേക ചുമതലക്കാരെ നിയോഗിച്ചുകൊണ്ട് BJP അതിന്റെ പ്രവർത്തനങ്ങൾ ഏറെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്നതും ഏറ്റവും. അത് തന്നെയാണ് ജിജീഷ് കരുണാകരൻ. ആദ്യം തിരുവനന്തപുരത്ത് അദ്ദേഹം എത്തുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നു, കിരൺ റിജിജു ഇപ്പോൾ കൊച്ചിയിലുണ്ട്. പിന്നാലെ വീണ്ടും പ്രധാന സേവകൻ പ്രധാനമന്ത്രി എത്തുമ്പോൾ അത്രത്തോളം ആവേശത്തിൽ തന്നെയാണ് നേതാക്കളും അണികളും ഒരുപോലെ. അത്രത്തോളം പ്രാധാന്യം BJPക്ക് NDA കേരളത്തിൽ നിന്ന് നൽകുന്നു. കേരളം പിടിച്ചടക്കുക, അത്തരത്തിലുള്ള ഒരു പ്രഖ്യാപിത ലക്ഷ്യം തന്നെയാണ് ഇനി മുന്നിലുള്ളത് അല്ലേ? KP, അങ്ങനെ തന്നെയാണ്. കേരളത്തിലെ വലിയ ലക്ഷ്യങ്ങളിലാണ് BJP ഉള്ളത്. നിരവധി സീറ്റുകൾ, 30-ലധികം സീറ്റുകൾ ഏറ്റവും കുറഞ്ഞത് നേടുമെന്ന കാര്യം നേതാക്കൾ പല ഘട്ടങ്ങളിലും പറയുകയും ചെയ്തിട്ടുണ്ട്. അത് വെറുതെ പറയുന്നതല്ല, കൃത്യമായി തന്നെയുള്ള നടത്തുന്നത് കൂടി പരിഗണിച്ച് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി തന്നെയാണ് നേതാക്കൾ അത് പറയുന്നത്. അവിടെയാണ് പ്രധാനമന്ത്രി തുടർച്ചയായി കേരളത്തിന്റെ കാര്യങ്ങളിൽ ശ്രദ്ധ വെക്കുന്നതും കേരളത്തിന്റെ പ്രവർത്തകർക്ക് ഊർജ്ജമാകാൻ അദ്ദേഹം വീണ്ടും എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഒപ്പം നിരവധി വികസന പദ്ധതികളുണ്ട്, അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. ആ വികസന പദ്ധതികൾ എന്തെല്ലാമെന്ന് ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. പലപ്പോഴും സംസ്ഥാന സർക്കാർ പല വികസന പദ്ധതികളും പേര് മാറ്റി തങ്ങളുടേതാക്കി മാറ്റി അവകാശപ്പെടാറുണ്ട്. അതേ ഘട്ടത്തിലാണ് ഇത്തരം പദ്ധതികളുടെ ഉദ്ഘാടനം അടക്കം നിർവഹിക്കുന്നത്. ഒപ്പം തന്നെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം അടക്കം വിവിധ റെയിൽവേയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം ഈ സന്ദർശനത്തോടൊപ്പം നടക്കും. ഇന്ത്യയുടെ ആദ്യഘട്ട വികസന രേഖ പുറത്തിറക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രകാശനമടക്കമുള്ള ചടങ്ങുകൾ എല്ലാം തന്നെ ഉണ്ടാകും. ഇത് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വികസന മാനിഫെസ്റ്റോ പ്രധാനമന്ത്രി പുറത്തിറക്കിയ. അത് തന്നെയാണ് ജിജീഷ്, കേരളത്തിനായുള്ള വികസന രേഖ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കും. KP, അപ്പോൾ ആവേശമാണ്. അതിലുപരി ഒരുപാട് പ്രധാന വികസനങ്ങളും ഒപ്പം കേരളത്തിന് വേണ്ടി ഒരുപാട് പദ്ധതികളാണ്. പ്രധാനമന്ത്രിയുടെ വാക്കുകൾ കേരളം മാത്രമല്ല രാജ്യം മുഴുവൻ കാതോർക്കുകയാണല്ലേ? പ്രത്യേകിച്ച് ഈ അനന്തപുരിയിൽ വന്ന് അദ്ദേഹം പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ. അനന്തപുരി പിടിച്ചെടുത്തതിന് പിന്നാലെ കേരളക്കരെ ഒന്നാകെ BJP പിടിച്ചെടുക്കാൻ പോവുകയാണ്. അതിന്റെ ഒരു ലക്ഷ്യം, അതിന്റെ ഒരു അണിയറ നീക്കങ്ങൾ അത് തന്നെയാണ്. കഴിഞ്ഞ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി കേരളത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ കേരളത്തെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പ്രധാനമന്ത്രി, പ്രധാന സേവകൻ, പ്രധാന നായകൻ നമ്മുടെ കേരളത്തിലെത്തുകയാണ്.